നല്ലോണം ഭാര്യ ഉണ്ട് മോനെ. എനിക്ക് മതിയൊന്നും. എന്ത് തിന്നിട്ടാ നിനക്ക് വിശപ്പില്ലാത്തത്? ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടാ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്. ഉണ്ണ ചായ. ചായ എങ്ങനെയുണ്ട്? 5 സ്റ്റാർ, 1-ാം തരം. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇടിച്ചതാ. അപ്പൊ ഒന്നുകൂടെ. ഓ, ഈ പടമില്ലേ, പടം, അത് വരയ്ക്കുന്ന ആളാ. വലിയ പേരും പ്രതാപമുള്ള ആളാ. ചിത്രം എടുത്തല്ലയോ? ആ, പിന്നെ ചായ നന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങേരടുത്ത് എന്റെ മോതക്കെറിയും. ആ, സാർ ഇരുന്നാട്ടെ. ഈ നാട്ടില് ഒരു 2-4 ദിവസം താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? ആർക്ക് തന്നെ? എനിക്ക് തന്നെ. എന്റെ പേര് വിശ്വനാഥൻ. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഈ നാട്ടില് അങ്ങനെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലില്ല. ഹോട്ടൽ വേണ്ട, വല്ല ഒഴിഞ്ഞ കടയോ പുരയോ എന്തെങ്കിലും മതി. ഒന്ന് എണിച്ചു പോയതാണ്. നേരം വിളിച്ചായി പോന്നിട്ട് കടവും പറ്റിട്ട് നോക്കിയിരിക്കണം വായില്. കളി ആക്കാതെ ഗോപാല, ഞാനും ചിലപ്പോ ചായക്കട തുടങ്ങിയെന്നും വരും. അന്ന് നീ അവിടെ വന്ന് പുട്ടും പപ്പടവും കടം വാങ്ങിച്ചെന്നും വരും. പക്ഷേ മിനിമം വേജസ് ഒക്കെ കാണും. ഓ സാറേ, ഇവൻ പറയുന്നത് കേട്ട് കുഴപ്പത്തിൽ ചടഞ്ഞ്. സാറ് കാപ്പ് പിടിച്ച് കൈ കഴിയാ വള്ളത്തിലോട്ട് കയറി ഇരുന്നാട്ടെ. ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു തരുന്ന മുമ്പായിട്ട് ഞാൻ പോയി ശങ്കരിയമ്മേ, ശങ്കരിയമ്മേ, കൊണം പിടിക്കാൻ നേരത്തെ ഒന്നിനും കാണത്തില്ല. അല്ലെ ആ 4 മുക്കിൽ നിന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ആ പിന്നെ പിന്നെ തന്റെ പമ്പറന്നാളായിരിക്കും മുക്കി വന്ന് നിൽക്കുന്നത്. ആ താക്കോലിഞ്ഞോട്ട് എടുത്തേ. ഏത് താക്കോല്? ആ പെരയുടെ താക്കോലിഞ്ഞോട്ട് എടുക്കാന്. ഏത് വരാടെ? ആ ബാലുപറമ്പ് വീടിന്റെ താക്കോലിഞ്ഞോട്ട് എടുക്കേ. ചേടാ, ഒരു 5-10 രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ അന്നേരം എന്തിനാടാ ഇപ്പൊ താക്കോല്? നിങ്ങളെ താക്കോലിഞ്ഞോട്ടിരിക്കുന്നത് മനുഷ്യര് തിരിഞ്ഞു നോക്കാതെ കിടന്ന പെരയാ. അപ്പോഴവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് എന്തെങ്കിലും വേണ്ടാതിനം കാണിക്കാനാണെങ്കിൽ ഞാനെന്തോ ചെയ്യും? എന്തിനാന്ന് പറഞ്ഞിട്ട് നീയും കൊണ്ടുപോയിക്കും. അയ്യോ ശങ്കരിയമ്മേ, 1-ാം തരം ഒരു പയ്യൻ എങ്ങാണ്ടെന്ന് ഒഴുകി അലച്ച് കരയ്ക്ക് വന്ന് കേറിയിരിക്കുക. പയ്യനോ? അങ്ങേർക്കേ ഒരു വീട് വേണം വാടകയ്ക്ക്. പിന്നെ വാടക ഉറപ്പിക്കുമ്പോ ഞാൻ കൂടെ അറിയണേതാണു. അപ്പോ വീടുറച്ചാൽ? വീടുറച്ചാൽ ഞാനിവിടെ തങ്ങും. തങ്ങുമെന്ന് പറഞ്ഞാ കുറച്ചു ദിവസം താമസം ഉണ്ടായിരിക്കും. അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോരാൻ തന്നെയാണോ പുറപ്പെട്ടത്? നമ്മൾ പിരിയുന്നു. അപ്പോ ഇനി ഞാൻ തനിക്ക് എത്ര രൂപ തരാനുണ്ട്? വീടും കുടിയുമൊന്നും ഇല്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ചാൽ പോലും ഞാൻ പോകില്ലായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തന്നു. എനിക്കിനി ഒന്നും വേണ്ട. ഇതാ, ഇത് വെച്ചോളൂ. ഇനിയും കാണാം വല്ലപ്പോഴും. അല്ല, ഇവിടെ അങ്ങ് കിടന്നു. പിന്നെ അല്ലാതെ അകത്ത് മുറി കയറി കിടക്കാം. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നല്ല കാറ്റ് കിട്ടും. എന്നാ ഞാൻ പോയി വല്ല പാലും പഞ്ചാരയൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്നാ ചായ വാങ്ങിക്കാമോ? അതിനുള്ള
എന്താണ് ശങ്കരി എന്റെ കൊച്ചിനെ തല്ലി കൊല്ലാതെ കൊണ്ടാണ് അവിടെ. ഇതാ രാവിലെ കോളടിച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ. തുടങ്ങി ഇന്നലെ കൈ കാണാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതോ അതെ, ഇത് കൊള്ളാമല്ലോടാ. 1.5 രംഗണി കൊള്ളുമല്ലോടാ ഇതിനകത്ത്. സത്യം പറ, ഇത് എവിടെന്ന് അടിച്ചതാ? കണ്ടോ ഒന്ന് കാണാൻ കൊടുത്തപ്പോ ഇങ്ങനെ ആയാലെങ്ങനാ ശിവരാമൻ നാരി ചേട്ടാ? സത്യത്തിൽ ഞാൻ മോട്ടിക്കാറില്ല. അതൊന്നുകൂടെ പറ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നലെ കൊണ്ട് ഞാൻ നിർത്തി. ഇന്ന് മുതൽ എനിക്ക് എന്നെ ആവശ്യമില്ല എന്ന് കണ്ടോ. അങ്ങനെ എന്തോ തരുന്നു വെച്ചാൽ സന്തോഷമായിട്ട് വാങ്ങിച്ചോണം. ഞാൻ പെശകാനൊന്നും പോകുന്നില്ല. എന്നാലും നീ എന്തെങ്കിലും കൂടെ ഒക്കെ ഒന്ന് വാങ്ങിച്ചു താടാ. അങ്ങനെ വല്ലതും ഉള്ളോനല്ലയോ? ദേ ഞാൻ നിനക്കും വല്ലതൊക്കെ തരാടാ. സാറേ സാറേ, അല്ല സാർ കുളിക്കാൻ പോകുന്ന വേഷമായിരുന്നു. ഇവരേതാ? ഇവരുടെയാണ് ഈ പേര. പുതിയ താമസക്കാരൻ വന്നു എന്നറിഞ്ഞപ്പം ഒന്ന് കണ്ടേച്ച് പോകാന്ന് വെച്ച് വന്നതാ. കൂട്ടത്തിൽ വാടകയുടെ കാര്യം കൂടെ പറയാന്ന് വെച്ച് കയറിയെന്നേ ഉള്ളൂ. വാടകയുടെ കാര്യം ഞാൻ തന്നോട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ എന്താ കൂടുതൽ സംസാരിക്കാൻ? അയ്യോ, വാടകയുടെ കാര്യം പറയാൻ വന്നതല്ല, അത് നാണു കൈ നിന്നിട്ട് പറയുന്നതാ. ഒന്ന് കാണാമെന്ന് വെച്ച്. നാണു, എന്തോ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുകയാണ് ഭേദം. എന്ന് പറഞ്ഞാല് അവരുടെ വീട് കൂലിക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. അവരുടെ ജീവിതം വലിയ കഷ്ടപ്പാടാണ്. മോന്റെ കുപ്പായം, ഇത് എന്റെ വിശ്വന് ചിത്രം വരയ്ക്കാം. ആദ്യം അച്ഛന്റെ നല്ലൊരു ചിത്രം വരയ്ക്കാം. ഇനി മോൻ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? വാസുവിന്റെ മോന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നാണു നാണു, വിളക്കും വെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ള സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകേ ഉള്ളൂ. അതെങ്ങനെ? അങ്ങനെ ഇവരാവുന്നേരിക്കെ. എന്റെ പേര് ഇതാര് പറഞ്ഞു തന്നു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ, വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിൽ നിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടുകളയാവെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് 2 ആമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചീഷൻ. അവൻ അമ്പലപ്പുഴ മുതലാളിയുടെ കൂടെ ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് പണിപ്പെട്ടാലായി. ഇനിയിപ്പോ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണങ്ങ് ചാകണം. എന്താ മോളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ ദാ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം.